ഒരേ സമയം ഫൈറ്റും ചെയ്യണം, ഒരേ സമയം അഭിനയിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രായം കുറവ് 7, 8, 9 വയസ്സ് സ്ക്രീൻ ഏജിൽ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുക, ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഓഡിഷൻ വന്ന സമയത്ത് ദുർഗ അത് അടിപൊളിയായിട്ടെല്ലാം നമ്മൾ കൊടുത്ത ടാസ്കുകളെല്ലാം ഈസി ആയിട്ട് അത് കവർ ചെയ്ത് പോവുകയും, ഫൈറ്റിൻ്റെ കാര്യത്തിൽ ദുർഗ ഓഡിഷൻ വന്ന സമയത്ത് തന്നെ നമുക്കത് ഉറപ്പായിരുന്നത് അതെന്തായാലും സേഫ് ആണെന്നുള്ളതായിരുന്നു. ബോഡി ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഇടിച്ചാൽ ഇടിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നൊരു സംഭവം കല്യാണിയുടെയിൽ അതുണ്ടായിരുന്നു. കോസ്റ്റ്യൂമും പരിപാടിയും പടത്തിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീലിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയെ കാണാൻ തന്നെ ഡയറക്ടർ ഉദ്ദേശിച്ച അതിലേക്ക് തന്നെ എത്തിയായിരുന്നു. കല്യാണിക്കും സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു, ഇത് ഇപ്പം എങ്ങനെ ഇത് വരുന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. യാനിക് ബെന്നാണ് ഫൈറ്റ് മാസ്റ്റർ, അപ്പോൾ ഇത് എങ്ങനെ എടുക്കാൻ പോകുന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. കുറച്ച് ഫിസിക്സ് ഒക്കെ നോക്കി കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റാണ്. നിഷാന്തയുടെ ഭയങ്കര ഹ്യൂമർ അടിപൊളിയായിട്ട് ചെയ്യും പക്ഷെ അതാരും അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടുമില്ല. നമുക്ക് അഭിനയിക്കുമ്പോൾ ഡയലോഗ് പറയാൻ പിന്നെ എളുപ്പം, റിയാക്ഷൻ കൊടുക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ക്രാക്ക് ചെയ്യുന്നവരാണ് ആക്ച്വലി ശരിക്കുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ചന്തുവിൻ്റെ കണ്ണ്, ചില എക്സ്പ്രഷൻസ്, മാനറിസം, സലിമേട്ടൻ്റെ ഇത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. പുള്ളിക്കാരൻ്റെ മോനാണല്ലോ. ഹലോ ഹായ്, ലോകയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് അനിരുദ്ധാണ് നമ്മുടെ കൂടെയുള്ളത്. വിവേക് ബ്രോ, വെൽക്കം ടു ദി ഷോ. താങ്ക്സ്. എന്താണ് ലോക നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക് ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് അല്ലേ? എന്തായിരുന്നു റിലീസിന് മുമ്പുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്തായിരുന്നു? ആക്ച്വലി റിലീസിന് മുന്നേ നല്ല രീതിയിൽ വരുന്ന തന്നെ അറിയാം. ഈ ലെവലിൽ അത് വരുന്നുള്ളത് നമ്മൾ ആരും പ്രതീക്ഷിക്കാരുമല്ല. അതിനേക്കാൾ അപ്പുറം അത് പോയി എന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പി. ഇനീഷ്യൽ സ്റ്റേജിൽ ലോക ഏത് ക്യാൻവാസിലുള്ള ഒരു സിനിമയായിരുന്നു ശരി? അത് ഡൊമിനിക്കും നിമിഷും ശാന്തിയും എല്ലാവരും കൂടി ഒരു ചെറിയ രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ച് പ്ലാനിങ്ങിൽ തുടങ്ങിയ സിനിമയാണ്. പിന്നീട് അതിൻ്റെ ഇതിൽ പതിയെ 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 നന്നായി വലുതായി വരെയായിരുന്നു. പിന്നെ പ്രൊഡക്ഷനും കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി അത് വലിയ രീതിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് തനിയെ അത് വലുതായതാണ്. പക്ഷെ ആ വലുതാവല് നന്നായി വരുന്നതായിട്ടും എല്ലാവർക്കും, പ്രൊഡക്ഷൻ ഉൾപ്പെടെ എല്ലാവർക്കും തോന്നിയത് കൊണ്ടും അങ്ങനെ തന്നെ നല്ല രീതിയിൽ വലുതായിട്ട് വന്ന സിനിമയാണ്. അത് പക്ഷെ നല്ല രീതിയിൽ തന്നെയാണ് ചെന്നെത്തിയത്. സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അല്ല ബിഹൈൻഡ് ക്യാമറ പ്രവർത്തിക്കുന്നവർക്ക് അങ്ങനെ പൊതുവെ അവരെ ആളുകൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാറില്ല. പാസേ കാസ്റ്റിംഗ് ഡയറക്ടർ ഇപ്പോൾ ലോക ഇറങ്ങിയതിനു ശേഷം, ഇതിന് മുമ്പും കുറച്ച് പടങ്ങൾ വിവേക് ബ്രോ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ലോക ഇറങ്ങിയതിനു ശേഷം റെക്കഗ്നൈസേഷൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. ആ മൊമെന്റിനെ എങ്ങനെയാ ശരിക്കും ഫീൽ ചെയ്യുന്നത്? ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും ഒരുപാട് പേര് വിളിച്ചിട്ടാണെങ്കിലും ഇത്രയും ഹ്യൂജ് ഒരു റെസ്പോൺസ് വരുന്നത് ആദ്യമായിട്ടാണ്. അതായത് കാസ്റ്റിങ്ങിനെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് വരുന്ന മെസ്സേജുകളും ഒരുപാട് പേര് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്ന മെസ്സേജ് അയക്കലും വിളിക്കലും അതൊക്കെ അത് ഈ സിനിമയ്ക്കാണ് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പാണോ ശേഷമാണോ എന്ന് എനിക്കറിയാം. ഡൊമിനിക്കിന്റെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട്, ഇത് നമുക്കറിയാം ഇത് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, അപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊമിനിക്. അപ്പോൾ ആളുടെ ഒരു കെട്ടിപ്പിടിക്കും, ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ഫോട്ടോ ആണ് നമുക്കൊക്കെ കേട്ടാ. ശരിക്കും ഈ ഡൊമിനിക്കിന്റെ ഒരു 8 വർഷത്തെ ജേർണീനെ അടുത്ത് കണ്ട ആളെന്ന നിലയിൽ ഈ ഒരു സക്സസിനെ എങ്ങനെയാ ശരിക്കും? ഡൊമിനിക്കിന്റെ കയ്യിലുള്ള ഐഡിയാസ് എല്ലാം കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നല്ല, കുറച്ച് വെറൈറ്റി പരിപാടികളുണ്ട്. അതായത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് അതിനകത്ത്. തരംഗത്തിലും പുള്ളി അതെ അതുണ്ട്. തരംഗത്തിന്റെയും കഥ ഞാൻ ആദ്യമായിട്ട് ടോവിനോ പറഞ്ഞിട്ടാണ് ഞാൻ ആ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത്. എനിക്ക് ഡൊമിനിക്കിനെ പരിചയമില്ല. ഞാൻ ടോവിനോനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഇരുന്നിരുന്നല്ലോ. ടോവി പറഞ്ഞിങ്ങനെ ഇതിന്റെ പരിപാടികൾ അറിയാം. അപ്പോൾ തരംഗത്തിന്റെ സെറ്റിൽ എപ്പോഴും പോയി ടോവിനോനെ കാണാൻ വേണ്ടി, നമ്മുടെ പടത്തിന്റെ പരിപാടിയായിട്ട് എപ്പോഴും പോയി മീറ്റിങ്ങും പരിപാടിയും സ്ക്രിപ്റ്റ് പൊളിക്കലും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അന്നാണ് ഡൊമിനിക്കിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം പരിചയമുണ്ട്, നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് കാലം മുന്നെയാണ് തരംഗം കഴിഞ്ഞു, പിന്നെ ഡൊമിനിക്ക് അടുത്ത പരിപാടികൾ എന്ത് ചെയ്യാം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഇടയിലാണ് പിന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്നതും കാണുന്നതും. പിന്നെ നമ്മൾ ഒരുമിച്ചായാലും ഇനി എന്ത് ചെയ്യാം എന്നുള്ളത്, അങ്ങനത്തെ ഡിസ്കഷനും ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള മൂഡിൽ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. 1, 2, 3 സബ്ജക്റ്റുകൾ ഡൊമിനിക്ക് നേരത്തെ എഴുതി വെച്ചതുകൊണ്ട് ഓരോന്നും ഓരോ സൈഡിൽ പിച്ചിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് കൊളുത്തിയത് ഇതാണ്. ഞാനും അതിൻ്റെ കൂടെ അങ്ങ് കയറിപ്പോയി.
പിന്നെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. ഓക്കെ. ഒരു ടീം സെറ്റപ്പ്. ഞാൻ ചെയ്യാറുന്ന പടം നിമിഷമായിരുന്നു ആ ക്യാമറ ചെയ്യായിരുന്നിരുന്നത്. ആ സെയിം ടീം. അപ്പോൾ ആരുടെയെങ്കിലും പടം ഓണായാൽ മതിയല്ലോ നമുക്ക്, അത് മതിയല്ലോ. അതെ അതെ കൂട്ടത്തിലുള്ള ഒരാളുടെ സിനിമ ഓണായാൽ മതിയല്ലോ. ആ കൂട്ടത്തിലങ്ങ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാളുടെ കഴിയുമ്പോൾ കൂടെ വർക്ക് ചെയ്യുക, അതാണല്ലോ നമ്മുടെ ഒരു പരിപാടി. അതെ, കൂടെ വളരുക എന്നുള്ളതാണല്ലോ അല്ലേ? ഒരു ടീം സെറ്റായി അങ്ങനെ അതിലങ്ങ് തുടങ്ങുകയായിരുന്നു. ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ ജോലി ആക്ച്വലി എപ്പോഴാണ് തുടങ്ങുന്നത്? എന്താണ് അവരുടെ ജോലി ശരിക്കും? കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ ജോലി ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയാം. ഈ സിനിമയുടെ തുടക്കം മുതൽ നമ്മളുണ്ടായിരുന്നത് കൊണ്ടും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ടും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ടും നമുക്ക് കുറച്ചും കൂടി ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് ഒരു സംശയത്തിൻ്റെയോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു ചോദ്യമോ അങ്ങനെയുള്ള നമുക്കറിയാതെ എന്താണ് ചെയ്യണമെന്നുള്ളത്. അതായത് ബാക്കിയുള്ള സിനിമകളിൽ ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തുന്നത്, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുന്നേ ആയിരിക്കും എത്തുന്നത്. ഇതൊന്നും ട്രാക്കിലേക്ക് ആവാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പം അയാൾ മനസ്സിലൊരു ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ഒരുപാട് ഡിസ്കഷൻ നടത്തി, ഒരുപാട് ആളുകളെ നമ്മൾ ഓപ്ഷനിലിട്ട് അത് വെച്ച് ഡിസ്കസ് ചെയ്ത് ഒരു ഇത്തിരി സമയം എടുക്കും പുള്ളിയിലേക്ക് എത്താൻ വേണ്ടി. അതെ അതെ. അത് പക്ഷെ ഇതില് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഒരു തിരക്കഥ, ഞാൻ എൻ്റെ വർക്കിംഗ് പാറ്റേൺ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. കാരണം ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് വന്ന ആളല്ല. പതിയെ പതിയെ വന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കാസ്റ്റിംഗ് ഡയറക്ടറായി മാറിയ ആളാണ്. എൻ്റെ രീതി എന്ന് പറയുന്നത്, നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഞാൻ ആദ്യം ഡയറക്ടർ നറേറ്റ് ചെയ്യുന്നത് കേട്ടിട്ട് അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അതിനുശേഷം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു, അതായത് ഇന്ന ക്യാരക്ടർ, ഇന്ന ആളുകൾ, ഇന്ന ക്യാരക്ടർ, ചിലത് പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ചിലത് നിലവിലുള്ള ആൾക്കാർ, അങ്ങനെ വെച്ച് പ്ലേസ് ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കും. അതുണ്ടാക്കി വെക്കും. ഇപ്പൊ കാണിക്കില്ല ഞാനത്, മിണ്ടാതിരിക്കുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, നമ്മളൊരു ടീമുണ്ട്. അപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ ഒരു പരിപാടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ഡയറക്ടറിന്റെ മൈൻഡിലുള്ളതും കൂടി കേൾക്കും. പുള്ളി എങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ കണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ മാക്സിമം ഇത്രയും സംഭവങ്ങൾ എനിക്ക് കിട്ടിയ കുറച്ച് അടിപൊളിയായിരിക്കും. അതായത് ഓരോ ക്യാരക്ടർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ചിലപ്പോൾ അതൊന്നും സിനിമയിൽ ഉപയോഗിച്ചൊന്നും വരില്ലായിരിക്കില്ല. അവരുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജും സംസാര ശൈലിയും ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് സ്കെച്ചായിട്ട് വരയ്ക്കല്ല, പക്ഷെ മനസ്സിലൊരു സ്കെച്ച് ഉണ്ടാക്കും. ഇയാൾ ഇങ്ങനെയാണ്, ഇന്നതാണെന്നൊക്കെ ഉള്ളത്. അത് ഡയറക്ടറിൻ്റെ ഇതും കൂടി കേട്ടിട്ട് പുള്ളി എങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൂടി നോക്കിയിട്ട് പിന്നെ ഒരു കൂട്ടമായിട്ടൊരു ഡിസ്കഷനാണ്. പുള്ളി ഉദ്ദേശിച്ചതും ഞാൻ ഉദ്ദേശിച്ചതും ചിലതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇത് നമുക്ക് ഇവിടെ ഒരു പുതിയ ആളെ തന്നെ വെക്കാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. ലോകയിൽ ശരിക്കും വിവേക് ബ്രോ കാസ്റ്റ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ഡൊമിനിക്ക് ഓക്കെ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ഉണ്ടോ? നമ്മൾ ഓരോ ക്യാരക്ടറിനും ഒരുപാട് ഓപ്ഷൻസ് എടുത്തിരുന്നു. അതായത് നമ്മളുടെ മനസ്സിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ക്യാരക്ടർ എടുക്കുക, അതിനുവേണ്ടി നമ്മൾ ഓഡിഷൻ നടത്തുന്നു. ആ ഓഡിഷൻ നടത്തുമ്പോൾ ഇത് പടത്തിലുള്ളതല്ല, ഞാൻ ചുമ്മാ ഉദാഹരണം പറയാണ്. രാജീവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണെന്ന് വിചാരിക്കും. രാജീവിന് വേണ്ടി നമ്മൾ ഓഡിഷൻ നടത്തുന്നു. അപ്പോൾ ഈ ഓഡിഷൻ നടത്തുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇതല്ല രാജീവ്, ഇതല്ല വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് തൃപ്തിയായ രാജീവിനെ കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും 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 നോക്കി എവിടെയെങ്കിലും ഒരു മൊമെന്റിൽ നമുക്കൊരു രാജീവിനെ കിട്ടും. ഇത് ഓക്കെ, ഇതാണ് നമ്മുടെ രാജീവ്. അങ്ങനെ കിട്ടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിക്കാൻ മാക്സിമം അല്ല 100% അങ്ങനെ തന്നെ നമ്മൾ ഇതിന്റെ കാസ്റ്റ് മുഴുവൻ പിടിച്ചു പോയേക്കുന്നത്. നമുക്ക് പൂർണ്ണമായിട്ടും ഇതാണ് കറക്റ്റ് ആള് എന്ന് തോന്നുന്ന ആളിലേക്ക് എത്തുന്നത് വരെ നമ്മളതിന്റെ ഓഡിഷൻ പ്രോസസ് പരിപാടികൾ ഇങ്ങനെ കാര്യമായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. എനിക്ക് കുറച്ചധികം നാൾ ഓഡിഷനൊക്കെ നടത്തിയ ഒരു പടം കൂടിയാണ് ലോക. ഇപ്പം ലോകയിലെ തന്നെ കുറച്ച് ക്യാരക്ടേഴ്സിനെ ഞാൻ പറയാം. ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുടെ കണ്ണിലൂടെ അവർക്ക് എന്ത് യുണീക്ക് ജസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് ഒന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? ലോകയിൽ തന്നെ പറ്റുമോ ആൾക്കാർ കൈയടിക്കുന്നത് ചന്തുവിന്റെ ക്യാരക്ടറാണ്, വേണു എന്ന് പറയുന്നത്. അപ്പൊ ചന്തുവിന്റെ ഒരു ആസാൻ ആക്ടർ എന്ത് ജസ്റ്ററാണ് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ ക്യാച്ച് ചെയ്യുന്നത്? ചന്തുവിന്റെ കണ്ണും ചില എക്സ്പ്രഷൻസ്, മാനറിസം, അത് സലിമന്റെ ഇത് വരും ഓട്ടോമാറ്റിക്കായിട്ട്. പുള്ളിക്കാരൻ്റെ മോനാണല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് ചിലർ ഇമിറ്റേറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല, പുള്ളിക്കാരൻ്റെ മോനാണല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് അത് വരുമല്ലോ. അതിൻ്റെ ഒരു വേറൊരു വേർഷൻ ഒന്ന് കാണാൻ പറ്റിയെന്നുള്ളതാണ്. ചന്തുവിൻ്റെ കണ്ണും എക്സ്പ്രഷൻസും ചില സീൻസിൽ വരുന്ന ഈ ഓപ്പോസിറ്റ് കൗണ്ടർ വരുമ്പോൾ ചന്തുവിൻ്റെ
ഡയലോഗ് ഇല്ലെങ്കിലും ഈ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ചില റിയാക്ഷൻസ് പരിപാടികളുണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ശരത്സഭ പൊളി ആക്ടർ എന്നൊക്കെ പറയില്ലേ, ആക്ടർ കിഡിലും ആക്ടർ എന്നൊക്കെ നമ്മൾ ചിലരെ എടുത്തു പറയില്ലേ, കിഡിലും ആക്ടറാന്നുള്ളത് അങ്ങനത്തെ ആളാണ് ശരത് സഭ. ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് സ്ക്രിപ്റ്റിലൊരു സാധനം എഴുതി വെക്കാം, ഒരു ആക്ടർ വന്നിട്ട് അയാള് ഇത് പെർഫോം ചെയ്ത് വേറൊരു ഷിഫ്റ്റ് കൊടുക്കുമല്ലോ, ഇതിന് ഒരു 2-3 സ്റ്റെപ്പ് മേളിലേക്ക് ഈ സാധനം കയറ്റി വയ്ക്കുമല്ലോ, അങ്ങനെ ചെയ്തൊരു ക്യാരക്ടറാണ് ശരത് സഭയുടെ. സഭ ഡൊമിനിക്കിന്റെ അടുത്ത സുഹൃത്താണ്. ഡൊമിനിക് ആദ്യം ചെയ്ത തരംഗത്തില് സഭയുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതില് ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ട ആള് സഭയാന്ന് തോന്നുന്നു. കാരണം ഡൊമിനിക് ഇത് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു മൊമെന്റിലും ഡൊമിനിക്കിന്റെ മനസ്സിൽ സഭ ഉണ്ടായിരുന്നു. സാൻഡി മാസ്റ്റർ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഡേറ്റ് പ്രശ്നം വന്നുകൊണ്ടും ഇത് ചെയ്തതാണ്. സാൻഡി മാസ്റ്ററിന്റെ സ്പെഷ്യാലിറ്റി, പുള്ളിക്കാരൻ ഒരു വളരെ പേഴ്സണലി ഉള്ളത് പറയാം. പുള്ളിക്കാരൻ ഈ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പോൾ സാൻഡി മാസ്റ്ററിന്റെ ഷോട്ടോ സംഭവങ്ങളൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി പിന്നെ വേറെ എവിടെയും പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കും. അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല, പുള്ളി എവിടെ കൊണ്ടിരുത്തിയാൽ അവിടെ ഇരിക്കും. പുള്ളി ഫുഡൊന്നും കഴിക്കൂല, ഇത് തീരട്ടെ ഇത് കഴിയട്ടെ. ഡബിന്റെ സമയത്തും അതെ, നമ്മൾ ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് നമുക്ക് വിശന്ന് പൊരിച്ചിരിക്കാൻ പുള്ളി വേണ മുടിച്ചിട്ടില്ല, അപ്പോഴേ മുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര ഹൈപ്പറായിട്ട് നിന്ന്. എനിക്ക് 3 ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത ഡബ് പുള്ളി 1 ദിവസം കൊണ്ടാണ് തീർത്തത്. പിന്നെ എന്തെങ്കിലും കറക്ഷൻ പരിപാടി വേണമെന്ന് വെച്ചിട്ട് നമ്മളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ് പുള്ളിയെ. നാളെയും കൂടി ഒന്ന് ഇല്ലെങ്കിൽ പുള്ളി 1 ദിവസം കൊണ്ട് അത് അടിച്ച് തീർത്താനെ. പുള്ളിയുടെ പല വേരിയേഷനുണ്ട്. ഞാൻ യൂട്യൂബിലും ഇവിടെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ചില സമയത്ത് ഭയങ്കര ഫണ്ണാണ്, ചില സമയത്ത് ഭയങ്കര സീരിയസ് ആണ്. ഞാൻ പേഴ്സണലി എല്ലാ ആക്ടേഴ്സിനെയും ഒന്ന് കാര്യമായിട്ട് വാച്ച് ചെയ്യാറുണ്ട്. അതായത് ഇവർ റിയൽ ലൈഫിൽ എങ്ങനെ, അല്ലെങ്കിൽ അല്ലാത്തപ്പോഴെങ്ങനെ, ഇവരുടെ മറ്റു ഇതൊക്കെ എന്താണ്. ചിലര് ഇപ്പൊ അരുൺ കുര്യനെ എടുത്തു കഴിഞ്ഞാൽ കുര്യനെ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ സിനിമകളിലും ഒരുവിധം സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണേ. കുര്യനെ നമ്മളുടെ സർക്കിളിലുള്ളതാണ് കുര്യൻ. ഈ ഡൊമിനിക് നമ്മുടെ ഈ ടീമിന്റെ കൂടെ തന്നെ ഉള്ളതാണ് കുര്യൻ വർഷങ്ങളായിട്ടും. അപ്പോൾ ആക്ച്വൽ കുര്യനെ നമുക്കറിയാം, കുര്യൻ ഭയങ്കര ഫണ്ണാണ്, ഭയങ്കരമായിട്ട് കോമഡിയൊക്കെ പറയുന്ന ആളാണ്. കുര്യന് വേറൊരു സൈഡ് കൂടി ഉണ്ട്. അപ്പൊ അത് വേറെ സിനിമയിലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുര്യന് ഇതിലങ്ങനെ കുര്യന്റെ ഒരു ഹ്യൂമർ സൈഡ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കുര്യനെ കാസ്റ്റ് ചെയ്തതിന്റെ പിന്നിലുള്ള. നമുക്കറിയാം കുര്യൻ എങ്ങനെയാന്നുള്ളത്, ആ കുര്യനെ ഇവിടെ വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്, സ്ക്രീനിലെത്തിക്കുക. അതെ. അപ്പൊ സാൻഡി മാസ്റ്ററിന്റെയും ഞാൻ ഈ എല്ലാ വീഡിയോസും എടുത്ത് നോക്കുമ്പോൾ പുള്ളിക്ക് പല വേരിയേഷൻസ് ഉണ്ട്. ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ പുള്ളിക്ക് പല മുഖങ്ങളുണ്ട്. അപ്പൊ അതാണ് പുള്ളിയിലേക്ക് ഏത് വേണമെങ്കിലും അതിൽ ട്രൈ ചെയ്യാം എന്നുള്ള ഇതിലേക്ക് എത്തിയത്. അതായത് നിശാന്തേട്ടനും എങ്ങനെ നിശാന്തേട്ടൻ ഭയങ്കര ഹ്യൂമർ അടിപൊളിയായിട്ട് ചെയ്യും പക്ഷെ അതാരും അങ്ങനെ അധികം ഉപയോഗിച്ചിട്ടുമില്ല. ഇതേപോലെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ പരിപാടികളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് ആ കണ്ണിലൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു. ഇപ്പൊ ഞാൻ ഓൾറെഡി ചോദിക്കാൻ വിചാരിച്ച 2 പേര് നിശാന്തേട്ടന്റെയും അരുണിന്റെ കാര്യവും ഓൾറെഡി ബ്രോ പറഞ്ഞു കഴിഞ്ഞു. നസ്ലിന് എന്ത് സ്പെഷ്യാലിറ്റി ഉള്ളത്? നസ്ലിനെ നമ്മൾ ചുമ്മാ സ്ക്രീനിൽ നസ്ലിൻ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ നമുക്ക് എത്ര നേരം വേണേലും കണ്ടിരിക്കാം. വെറുതെ നസ്ലിനായിട്ട് ചുമ്മാ വെറുതെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ഇരുന്ന് സംസാരിച്ചാലും രസമാണ് നസ്ലിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഒരു നസ്ലിനൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും നമുക്കൊരിക്കലും ബോറടിക്കുകയോ അല്ലെങ്കിൽ ഇത് മടുക്കുകയോ ചെയ്യില്ല. ഇങ്ങനെ ഓളത്തിലത് കണ്ടിരിക്കുക. അത് മാത്രമല്ല നസ്ലിൻ കിഡിലൻ ആക്ടറുമാണ്. ചില മൈന്യൂട്ട് പരിപാടികളുണ്ട് പുള്ളിക്കാരൻ്റെ. പിന്നെ ഡയലോഗ്സ് എല്ലാം ബൈഹാർട്ട് ചെയ്ത് പുഷ്പം പോലെ വന്ന് ഇപ്പൊ ഇവര് കമ്പനി അടിച്ചിരുന്ന വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുമെങ്കിലും ഇവന്റെ ഡയലോഗ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയോ പിടിക്കുകയോ ഒന്നുമില്ല, നേരെ അവിടെ വരുന്നു, ക്യാമറ ഓണാവുന്നു, അവനങ്ങ് പെർഫോം ചെയ്യുന്നു, സിമ്പിളായിട്ട് ഈ പരിപാടി തീർക്കും. നസ്ലിനും ആക്ടിങ്ങിന്റെ ഒരു വേറെ തലങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്ന ഒരു ആക്ടർ തന്നെയാണ് നസ്ലിനും. നസ്ലിൻ്റെയിലും വേറെ പരിപാടികളുണ്ട്, നല്ല കുറച്ച് വേറെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നസ്ലിന് അത് ഈസി ആയിട്ട് തൂക്കാൻ പറ്റുന്ന പരിപാടികളാണ്. ഇപ്പോൾ ഇതിൽ തന്നെ
ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ച ലോകയിൽ ദുർഗ എന്ന് പറയുന്ന കുട്ടിയുടെ കാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ കുട്ടി നീലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നീലിയുടെ കാസ്റ്റിംഗ് എത്രത്തോളം പാടായിരുന്നു നീലിയിലേക്ക് എത്താൻ? ശരിക്കും ദുർഗയെ കണ്ടുപിടിക്കാനും ഭയങ്കര പാടായിരുന്നു. ഈ ഒരേ സമയം ഫൈറ്റും ചെയ്യണം, ഒരേ സമയം അഭിനയിക്കുകയും ചെയ്യണം. അപ്പോൾ പ്രായം കുറവ് 7, 8, 9 വയസ്സ് സ്ക്രീൻ ഏജിൽ ഒരു കുട്ടിയെ കണ്ടുപിടിക്കുക, ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആളുകളൊക്കെ, ചെറിയ കുട്ടിയല്ലേ, ഒരു ദിവസം എത്ര നേരം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും? ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും വീക്കായി പോകില്ലേ? നമ്മൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു ടൈം ബൗണ്ട് വെച്ച് ചെയ്യുന്ന സാധനമാണല്ലോ. അത് മാത്രമല്ല, കാട്ടിൽ ഷൂട്ട് ചെയ്യുന്നു. ഓഡിഷൻ വന്ന സമയത്ത് ദുർഗ അത് അടിപൊളിയായിട്ട് എല്ലാം നമ്മൾ കൊടുത്ത ടാസ്കുകളെല്ലാം ഈസി ആയിട്ട് അത് കവർ ചെയ്ത് പോവുകയും, ഫൈറ്റിൻ്റെ കാര്യത്തിൽ ദുർഗ ഓഡിഷൻ വന്ന സമയത്ത് തന്നെ നമുക്കത് ഉറപ്പായിരുന്നത് അതെന്തായാലും സേഫ് ആണെന്നുള്ള കാര്യം. 3 വയസ്സ് മുതലൊക്കെ കളരിയൊക്കെ പഠിക്കുന്ന ദുർഗയുടെ അച്ഛൻ കളരി മാസ്റ്റർ ആശാനാണ്. വീട്ടിൽ സ്ഥിരമായിട്ട് ദുർഗ ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ആ സൈഡ് നമ്മൾ സേഫായി. പിന്നെ അഭിനയത്തിൻ്റെ ഇതും കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതും ഓക്കെയാണ്, അടിപൊളി പെർഫോമറാണ്. ആ ഒരു ഏരിയയിൽ തന്നെ ഇപ്പോൾ ദുർഗയുടെ അമ്മയുടെയും അച്ഛൻ്റെ ഒക്കെ ഇവർക്ക് ഭയങ്കര സ്ക്രീൻ സ്പേസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഡയലോഗ്സ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ആ സീക്വൻസ് ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. അപ്പോൾ അത് കാസ്റ്റിങ്ങിൽ പാളിയാൽ ആ എൻ്റയർ സീക്വൻസേ പാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുന്നോട്ടുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഡയറക്ടർ ഡിസ്ക്രൈബ് ചെയ്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഭിനയിക്കുമ്പോൾ ഡയലോഗ് പറയാൻ പിന്നെ എളുപ്പം, റിയാക്ഷൻ കൊടുക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ക്രാക്ക് ചെയ്യുന്നവരാണ് ആക്ച്വലി ശരിക്കുള്ള ആക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിലെ ദുർഗയുടെ അമ്മയായിട്ട് ചെയ്യുന്നവരാണെങ്കിലും നിത്യശ്രീ, അച്ഛനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നൗഫൽ, ഇവർക്കൊക്കെ ഡയലോഗ്സ് കുറവാ. നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ഇതാണ് സീൻ എന്ന് പറയുമ്പോൾ ഡയലോഗൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ക്രീൻ പ്രസൻസും ചെയ്യാനുള്ള ആക്ടിവിറ്റീസും പരിപാടികൾ അഭിനയിക്കാനുള്ള സംഭവങ്ങൾ വേറെ എടുക്കണം. അപ്പം ഇത് കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എടുത്തു വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ നമ്മൾ ഇങ്ങനെയാണ് ഈ പടത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത്. മറ്റേ യുഗൻ എന്ന് പറയുന്ന ഈ ദുർഗയുടെ അമ്മയൊക്കെ കൊല്ലുന്ന ആക്ടർ ഉണ്ടല്ലോ, യുഗന് ഒരു മൂളല് പോലും ഇല്ല പടത്തിൽ. പക്ഷെ ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് അത് നമ്മൾ പക്ഷെ ഇതൊരു ആക്ടറോട് പറയുന്ന സമയത്ത് അത് അയാളുടെ യുക്തിപൂർവ്വം ചിന്തിച്ച് എടുക്കേണ്ട ഓപ്ഷനാണ് ഈ ക്യാരക്ടർ എടുക്കണോ വേണ്ടിയെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ഇമ്പാക്ട് കിട്ടിയെന്ന് വരില്ല. ഒരാൾ വരുന്നത് കുട്ടി മറ്റവരുടെയൊക്കെ കുടുംബത്തെ കൊല്ലുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എന്തിനാ ചെയ്യുന്നത്, ആരെങ്കിലും ചെയ്താൽ പോലെയെന്ന് തോന്നും. പക്ഷെ വിഷ്വലി അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് വേറെയാണ്. അപ്പോൾ ഒരു ഇത്തിരി ഇതായിട്ട് ചിന്തിക്കുന്ന ഒരു ആക്ടർക്ക് മാത്രമേ അത് ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അതെ അതെ അതെ. നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഡയലോഗ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചേട്ടാ ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മെസ്സേജ് അയക്കുമല്ലോ, ഞാൻ ഫ്രീ ആയിരിക്കുന്ന ചില സമയത്താണ് ഇതെടുത്ത് ഇങ്ങനെ നോക്കുന്നത്, ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ്. ചില ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈലൊക്കെ ഉണ്ടാവും, അത് നമ്മൾ അപ്പം തന്നെ എടുത്ത് മാറ്റി വയ്ക്കും. എവിടെയെങ്കിലും ഉപയോഗിക്കാം എന്ന് തോന്നുന്ന ചില പ്രൊഫൈലുകളൊക്കെ നമ്മളെടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു പടത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേട്ടാ എൻ്റെ ഇവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും മെസ്സേജ് അയച്ചിട്ടുണ്ട് പണ്ട്. എല്ലാവർക്കും മെസ്സേജ് അയക്കുമായിരുന്നു, സാർ പ്ലീസ് ഇത് കാണാറില്ല. അത് ഇതൊന്നും ഇവർക്ക് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഓക്കെ ഹായ് തിരിച്ച് പ്രൊഫൈൽ അയച്ചിട്ടോ മെയിൽ ID കൊടുക്കുകയോ നമ്പർ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ എൻ്റെ പ്രൊഫൈൽ കൊണ്ട് അയച്ചു. അപ്പം ഞാൻ ശരി, എൻ്റെ തൊട്ടടുത്തൊരു ആക്ച്വലി ഒരു ഷൂട്ടുണ്ട്, ഞാനത് ഒരു 1-2 ഡയലോഗേ ഉള്ളൂ, ഇയാളുടെ ഒരു മീറ്റർ അറിയണമല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നമ്മുടെ കയ്യിലിരുന്ന് സ്ക്രിപ്റ്റിൻ്റെ പഴയ വേർഷൻ്റെ ഒരു പേജ് എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്തു. ഇത് ഫിക്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഷൂട്ട് പോരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് കൊടുത്തപ്പോൾ അത് റിപ്പോർട്ടറിൻ്റെ ഒരു ഇതായിരുന്നു. എനിക്ക് ഇയാൾ എങ്ങനെ സംസാരിക്കാൻ അയാൾ ഇതിൽ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ഇയാളുടെ മീറ്റർ എന്താണെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ ചേട്ടാ ഞാൻ എല്ലാത്തിനും റിപ്പോർട്ടറായിരുന്നു, വന്നതിനും പോണതിനൊക്കെ റിപ്പോർട്ടർ ഡോക്ടർ ഈ മടുത്ത് ഒക്കെ പറഞ്ഞു. ശരി വേണ്ട ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ട് അടുത്ത ആളെ വെച്ച് അത് വിട്ടു, പരിപാടി സെറ്റ് ചെയ്തു. അപ്പം ഇതിൻ്റെ വേറൊരു വേർഷൻ കൂടി പറയാം. ഇതിൽ നീലിയുടെ അതായത് ദുർഗയുടെ അച്ഛനായിട്ട് ചെയ്ത നൗഫൽ ഉണ്ടല്ലോ, നൗഫൽ എന്ന് പറഞ്ഞ ആക്ടറാണ്, കട്ടപ്പനയിലുള്ള നൗഫൽ എന്ന് പറഞ്ഞ ആക്ടർ. ഇതിൽ വലിയ ഡയലോഗ് പരിപാടികളില്ല.
ഇങ്ങനെ നിന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് സംഭവങ്ങളും പെർഫോം ചെയ്യാനുള്ള പരിപാടികളേ ഉള്ളൂ. നമ്മൾ ഇത് ഓഡിഷൻ വെക്കുന്ന സമയത്ത് നൗഫൽ എപ്പോഴും വിളിച്ച് ചോദിക്കുന്ന ആളാണ്, എനിക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുക എന്തെങ്കിലും ഉണ്ടാകുന്ന നൗഫൽ എനിക്ക് ഓർമ്മയുണ്ട്. നൗഫൽ ഇടയ്ക്കിടയ്ക്ക് അതിന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നൗഫലിൻ്റെ ഒരു ഫ്രണ്ട് മരിച്ച ദിവസമാണെന്ന് ഈ ഓഡിഷൻ നടക്കുന്ന ദിവസം. അതായത് നാളെ ഓഡിഷൻ, ഇന്ന് രാത്രി നൗഫലിൻ്റെ ഒരു ഫ്രണ്ട് മരിക്കുകയാണ്. അപ്പോൾ ഞാൻ നൗഫലിൻ്റെ അടുത്ത് വൈകുന്നേരം എന്തോ വിളിച്ച് പറഞ്ഞത് എൻ്റെ ഓർമ്മ, നാളെ ഓഡിഷനുണ്ട് നൗഫലെ വരണം എന്നുള്ളത്. എന്നിട്ട് രാത്രി ആയപ്പോൾ നൗഫൽ എന്നെ വിളിച്ചു, എൻ്റെ ഫ്രണ്ട് മരിച്ചു, എനിക്ക് നാളെ ഓഡിഷൻ വരാൻ പറ്റില്ല, അതിൻ്റെ അവരുടെ വീട്ടിലാരും അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഞാൻ പറഞ്ഞു നൗഫൽ കുഴപ്പമില്ല, അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് 9 മണിക്ക് നമ്മൾ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് നൗഫൽ തുരുതുരാ വിളി. നൗഫൽ ഞാൻ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, അതിനിടയിൽ 100 കോള് വേറെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. ഇതിന് 2-3 കോള് ഞാൻ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിനേക്കാൾ വലുത് ഡീൽ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. ഇടയ്ക്ക് ഞാൻ നൗഫലിനോട് പറഞ്ഞു, നൗഫലെ കുഴപ്പമില്ല, അവിടുത്തെ പരിപാടികൾ ചെയ്ത് നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഇത് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വന്നുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു നൗഫൽ. ശരി എന്ന് പറഞ്ഞ് ഞാൻ വെച്ച് ഞാൻ അവിടുത്തെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓഡിഷൻ നടക്കുമ്പോൾ നൗഫൽ ഇത് കൂടി ഡോറിൻ്റെ സൈഡിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഇത്രയും പരിപാടി ഞാൻ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞതുമാണ്. എന്നിട്ട് നൗഫൽ വന്ന് നൗഫലിനെ ഓഡിഷൻ നടത്തി. നൗഫൽ അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്യുകയും ചെയ്തു. ഓരോ 1-2 സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പം തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു നൗഫലിനെ, അതായത് സ്പോട്ടിൽ ഫിക്സ് ചെയ്തു. അപ്പം തന്നെ നൗഫലിനോട് പറഞ്ഞു, നൗഫൽ താടിയും മീശയൊന്നും വെട്ടണ്ട, ആവശ്യം വരും, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഇപ്പം നിലവിൽ ഏറെക്കുറെ ഫിക്സ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടർ ഇത്രയും ഹൈപ്പറായിട്ട് നമുക്കിതൊരു സാധനം എന്തെങ്കിലും കിട്ടിയാൽ അതേ കയറി പിടിച്ച് ഇത് വലുതാക്കിയോ കൊളുത്തുകയോ അത്രയും ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് 100% സന്തോഷമേ ഉള്ളൂ. നമ്മളൊരു ലൊക്കേഷനിൽ വരുന്നു, ഒരു സീനുള്ള സാധനം കിട്ടിയാലും അവിടെ ഉണ്ടാകുന്ന കോണ്ടാക്ട്സ്, അല്ലെങ്കിൽ ഒരു സീൻ നമ്മൾ ആ പെർഫോം ചെയ്തെങ്കിൽ ഈ ഡയറക്ടറുമായിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന ബന്ധം, അവിടുത്തെ പ്രൊഡ്യൂസർ, അവിടുത്തെ മറ്റ് ആക്ടേഴ്സ്, ഒരു വലുതാവുന്ന ഒരു സർക്കിൾ ഉണ്ടല്ലോ. ചിലപ്പോൾ ആ സീൻ തന്നെ വലുതാവാം, സ്പോണ്ടേനിയസ് ആയിട്ട് ചിലപ്പോൾ ഒരു സീനാണെങ്കിൽ ചിലപ്പോൾ അത് വലുതാവും. അങ്ങനെ വലുതായതാണ് ഇതിൽ സാം മോഹന്റെ ക്യാരക്ടർ. ഏത് ജോണി എന്ന് പറയുന്ന നമ്മുടെ കഫേലെ, അതെന്ത് ഇമ്പാക്ട് ഉള്ള ക്യാരക്ടർ. സാമിന്റെ സ്ക്രിപ്റ്റിൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. സാമിനെ ഞാൻ വിളിച്ചിട്ട്, അതായത് കാസ്റ്റിംഗ് ഇത്രയും ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അത് കിടിലായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ടാണ്. സാം ഒരുപാട് ഹിന്ദി സിനിമകളും സീരീസും ചെയ്ത ആളാണ്. അപ്പോൾ സാമിനെ ഞാൻ വിളിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്താൽ വിളിച്ചത് സാമിനെ, സാം ഇങ്ങനെ ഒരു പരിപാടിയാണ്, കുറച്ചേ ഉള്ളൂ, ബട്ട് ആ കുറച്ച് നേരം എനിക്ക് റേഞ്ചുള്ള ആൾ തന്നെ അത് ചെയ്താലേ വർക്കൗട്ട് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സാം വന്നിട്ട് ഓക്കെ സാമിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. സാം വന്നത് ചെയ്യുമ്പോൾ അത് ഡയറക്ടർക്ക് കണ്ടിട്ടാണ് സാമിൻ്റെ ക്യാരക്ടർ പിന്നീട് പതിയെ സാം കൊള്ളാം, പിന്നെ അത് കുറച്ചും കൂടി വലുതാവാണ്. ലോകയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കല്യാണീനെ പറയാതെ പോകാൻ പറ്റില്ല. ആക്ച്വലി കല്യാണിയിലേക്ക് എത്തിയത് എങ്ങനെയാ ശരിക്കും? ഓപ്ഷൻസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് DQ തന്നെയാണ് ഡൊമിനിക്കിൻ്റെ അടുത്ത് നിമിഷിൻ്റെ അടുത്തും കല്യാണിയുടെ കാര്യം പറയുന്നത്. ഓക്കെ, അവിടെ നിന്നുള്ള സജഷനായിരുന്നു. ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന നിലയിൽ? അത് ഫൈറ്റ് ടീം എന്നുള്ളത് ഇതിനു മുന്നേ ഉള്ള ആന്റണി ബോഡി ലാംഗ്വേജിന്റെ ഒരു ഇതുണ്ടല്ലോ, ഇടിച്ചാൽ ഇടിക്കുന്നതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന ഒരു സംഭവം കല്യാണിയുടെ അതുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തില് അതിന്റെ കോസ്റ്റ്യൂമും പരിപാടിയും പടത്തിന്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീലിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയെ കാണാൻ തന്നെ ചന്ദ്ര ഡയറക്ടർ ഉദ്ദേശിച്ച അതിലേക്ക് തന്നെ എത്തിയായിരുന്നു. ഒറ്റയടിക്ക് യെസ് കല്യാണി എന്നുള്ളതായിരുന്നു എൻ്റെ ടീമിന്റെ. അല്ല, കല്യാണിയോട് പോയി ഡൊമിനിക് കഥയൊക്കെ പറഞ്ഞു. കല്യാണിക്കും സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു, ഇത് ഇപ്പൊ എങ്ങനെ ഇത് വരുന്നുള്ളതിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അത് ഒരുപാട് ഡിസ്കഷനും ഇതൊക്കെയായി അത് പിന്നീട് അവസാനം ഇതിലേക്ക് തന്നെ വന്നു. ഓക്കെ, ബെസ്റ്റ് മൊമെന്റ് വൈൽ ഷൂട്ടിംഗ് ലോകാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാനിക് ബെന്നാണ് ഫൈറ്റ് മാസ്റ്റർ. അപ്പൊ ഇത് എങ്ങനെ എടുക്കാൻ പോകുന്നതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു പ്രോസസ്സായിരുന്നു. അവരുടെ ഫൈറ്റിങ്ങിന്റെ ഒരു കുറച്ച് ഫിസിക്സ് ഒക്കെ നോക്കി കൊറിയോഗ്രാഫി ചെയ്ത ഫൈറ്റാണ്. അതിന്റെ ഒരു ഭംഗി അതിനുണ്ട്. അതെനിക്ക് കുറച്ച് രസമായിട്ട് തോന്നിയ ഷൂട്ടിന്റെ സമയമാണത്. ഈ ലോക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം സ്വാധീനം ഉണ്ടായിരുന്നു?
അതിൻ്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സിൽ? ഷൂട്ടിംഗ് പ്രോസസ്സിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടീം സെറ്റ് ആകുമ്പോൾ ഉള്ളൊരു വൈബ് വേറെയാണല്ലോ. അതായത് ഇപ്പോൾ ഒരു ടെക്നീഷ്യന്മാർ മറ്റേതും പുതുതായിട്ട് വന്നവർ നമുക്ക് ഐഡിയ ഷെയർ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടോ കണക്ട് ആവാനായിട്ടുള്ളൊരു ഡിലേ ഒക്കെ ഉണ്ട്. അതിവിടെ ഉണ്ടായില്ല. അതെ അതെ, എല്ലാവർക്കും എല്ലാം അറിയാം. എല്ലാവരും കുറേ നാളുകളായിട്ട് ഫ്രണ്ട്സാണ്. കുര്യനും ചന്തുവും നസ്ലിനൊക്കെ പെട്ടെന്ന് വന്ന് അവർ തമ്മിൽ അത്ര പരിചയം ഉണ്ടായിരുന്നില്ല നേരത്തെ. പരിചയമുണ്ട്, പക്ഷെ ഇതിലേക്ക് വന്ന് അവര് പെട്ടെന്ന് സിങ്ക് ആവുകയും പിന്നെ എല്ലാവർക്കും ഇതിന്റെ A to Z കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും ഈസി പരിപാടികളായിരുന്നു അവിടെ. ആർക്കും സംശയം എന്താ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്നതാണ് ഇങ്ങനെയാണോ വരാൻ പോകുന്നത് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അത് കൃത്യമായിട്ട് ധാരണയുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്. അത് അങ്ങനെ തന്നെ വരുന്നുമുണ്ട് ഔട്ടില്. ചിലത് നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തില്ല അതേപോലെ നടക്കാറില്ലല്ലോ. പക്ഷെ ഇതെങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെയൊക്കെ 100% പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ ടീം വർക്കിന്റെയും ഫ്രണ്ട്സ് ആയിരുന്നതിന്റെയും ഈ നമുക്കൊരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കാനോ ഉള്ളൊരു മതിലൊന്നും ഇതിന്റെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നു. ഇപ്പൊ മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂക്കയാന്ന് നിങ്ങൾ തന്നെ റിവീൽ ചെയ്തു. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഏത് അറ്റം വരെ പോകും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ മൂത്തോന്റെ? ഇതിന്റെ ഒരു കാര്യവും എവിടെയും പറയാൻ പാടില്ല എന്നാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള. അതെ, വരുന്നതിലേക്ക് എക്സ്റ്റൻഷൻ മൂത്തോൻ എന്തായാലും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഉണ്ട്. ഇപ്പൊ നരിവേട്ടയിലെ താമി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ആ സമയത്ത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാൾക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് പ്രവീണിലേക്ക് എത്തുന്നതും? പ്രവീണും ഇതുപോലെ നമ്മൾ താമി എന്ന് പറയുന്ന ക്യാരക്ടർ അന്വേഷിച്ച് കിടക്കുന്ന സമയത്ത് കിട്ടാതെ ഇതല്ല താമി എന്ന് പറഞ്ഞിട്ടും അങ്ങനെ പൊക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാണ് പ്രവീൺ. അതും ഷൂട്ട് തുടങ്ങുന്നതിന് വളരെ കുറച്ച് ദിവസം മുന്നേ ഒരുപാട് ഓഡിഷൻ നടത്തി കുറേ പേരെ. പ്രവീണിന്റെ മെസ്സേജ് വരുന്ന സമയത്ത് ഞാനും ഡൊമിനിക്കും നിമിഷം കൂടി വേറൊരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഈ മെസ്സേജ് വരുന്നത്. ആ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു നോക്കുന്നത്. ഫോട്ടോ നോക്കി ഞാൻ മെസ്സേജ് വരുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും പ്രൊഫൈൽ ചെക്ക് ചെയ്യും ഇത് ആരാ എന്താന്നുള്ളത്. ഇപ്പൊ ഈ പ്രവീണിന്റെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്പാർക്ക് അടിച്ചായിരുന്നു. ഞാൻ അപ്പം തന്നെ എൻ്റെ നമ്പർ അയച്ചു കൊടുത്തിട്ട് അർജന്റായിട്ട് കോൾ ചെയ്യുന്നു പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ വിളിച്ചു വരുത്തി ഓഡീഷന് വിട്ടു. അങ്ങനെ ഫിക്സ് ചെയ്തതാണ് പ്രവീൺ. അതുപോലെ ആ പടത്തിൽ തന്നെയുള്ള ഒരു കുട്ടി ക്യാരക്ടർ ഉണ്ടല്ലോ, വെടി കൊള്ളണ കുട്ടി. ആ കുട്ടി ഭയങ്കര ഡയലോഗൊന്നുമില്ല, കുറച്ച് ടോയിനായിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻസും ഒക്കെ ആയിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടി മരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നു. അയാളെ കാസ്റ്റ് ചെയ്യുന്നതും അയാളുടെ അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മളൊരു കമ്മ്യൂണിറ്റീനെ തന്നെ അവിടെ കാസ്റ്റ് ചെയ്യുകയാണല്ലോ. അത് ശരിക്കും അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അത് ഒരുവിധം ചില കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. പിന്നെ ഇവര് വയനാടേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്ന് തന്നെ ഒരുപാട് കാസ്റ്റ് അങ്ങനെ തന്നെ അവിടെ നിന്ന് തന്നെ കുറെയൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ, അടുത്ത പരിപാടി? ഫ്യൂച്ചർ ഡയറക്റ്റ് ചെയ്യാനുള്ള വർഷങ്ങളായിട്ട് അതിന്റെ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു. അത് നടക്കും എന്തായാലും. അതെന്തായിരുന്നു എനിക്ക് തോന്നുന്നു 8-9 വർഷമായിട്ട് 10 വർഷത്തിന് മേലെ അല്ലേ. പിന്നെ അപ്പൊ അത് ഏതെങ്കിലും ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാൻ വന്നു അതൊഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്. ചെയ്യാൻ വന്ന കാര്യം മാത്രം ഡിലേ അടിച്ച് ഇങ്ങനെ പൊക്കോണ്ടി. അത് ഒരു ടൈമാണ്. അത് അതിന്റെ സമയത്ത് അത് എല്ലാം നന്നായിട്ട് വരുന്നൊരു മൊമെന്റിൽ അത് നടക്കുമായിരിക്കും. ഈ കറണ്ട് പ്രൊജക്ടുകൾ ഐ ആം ഗെയിം, പിന്നെ ഐ ആം ഗെയിം ബിയുണികൃഷ്ണന്റെ പടം അതിപ്പോ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഐ ആം ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ട് ഐറ്റം പുറത്തു വിടാനുണ്ടോ? ഇല്ല. അല്ല, അതിന്റെ ഒരു കാസ്റ്റിംഗ് ശരിക്കും അതില് ഒരുപാട് ലാംഗ്വേജിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇത് കുറച്ചും കൂടി ഇതുപോലെയൊക്കെ തന്നെ വർക്ക് ചെയ്തൊരു പടമാണ്. ലോകയേക്കാൾ വലിയ ക്യാൻവാസ്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് പരിപാടികളുണ്ട് അതിൽ. ശരിക്കും ആക്ടറാണ്, ആക്ടിങ്ങിലൂടെയാണ് കാസ്റ്റിംഗ് ഡയറക്ടറിലേക്ക് വരുന്നത്. ഇപ്പോൾ പൊതുവെ ജനറലി ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പേയ്മെന്റ് ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പേയ്മെന്റ് കിട്ടാറില്ലാത്തുള്ളൊരു പൊതുവെ പരാതി ഉണ്ടാവാറുണ്ട്. ആസ് ആൻ ആക്ടർ അതിനെക്കുറിച്ച് എന്താണ്? അത് ശരിക്കും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടെയാണ്. അതായത് ഇപ്പൊ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വേറെ ജോലിക്ക് പോകുന്നവരുണ്ട്. ബട്ട് ഈ ആക്ടേഴ്സിന്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഏത് നിമിഷവും വിളിച്ചാൽ അവൈലബിൾ ആവണം എന്നുള്ളതാണ് നമ്മൾ ആക്ടേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം. ഒരാൾ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ചൊവ്വാഴ്ച മുതൽ ബുധനാഴ്ച, ബുധൻ വ്യാഴം വെള്ളി ചിലപ്പോൾ ആഡ് ഷൂട്ടോ അല്ലെങ്കിൽ ഇന്നൊരു പടത്തിൽ ഇത്ര ദിവസം ചിലപ്പോൾ ക്യാരക്ടർ ഉണ്ടായി ഇത് ലീവ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരുവിധം എല്ലാ ആക്ടേഴ്സും ഉള്ള പണിയൊക്കെ കളഞ്ഞ് അതിനോടുള്ള പാഷൻ ഇതൊക്കെ കൊണ്ട് അതിനു വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്.
അപ്പോൾ ഇത് എല്ലാ പ്രൊഡക്ഷനും അല്ല, കൃത്യമായി പൈസ കൊടുക്കുന്ന പ്രൊഡക്ഷനും ഉണ്ട്, പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, കൃത്യമായി പൈസ കൊടുക്കാത്ത പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഇത് പ്രൊഡ്യൂസേഴ്സ് അറിഞ്ഞിട്ടാണോ ഇത് എന്താണ് ഇതിന്റെ ബാക്ക് സൈഡ് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇപ്പൊ ഒരു പെർ ഡേ അല്ലെങ്കിൽ ഒരു 10 ദിവസം അഭിനയിച്ചാൽ ഒരു 10,000 രൂപ കിട്ടുന്ന, അല്ലെങ്കിൽ പോട്ടെ ഒരു 20,000 രൂപ കിട്ടുന്ന ഒരാളാണെന്ന് വെക്ക്. കറണ്ട് ബില്ല് അടയ്ക്കണം, ചിലപ്പോൾ ഭാര്യയും മക്കളുണ്ടെന്ന് കുട്ടികളെ നോക്കണം, അമ്മയെ നോക്കണം, മരുന്ന് വാങ്ങിക്കണം, വണ്ടിക്കാശ് വേണം, പെട്രോൾ അടിക്കണം, ഇതേപോലുള്ള ഒരുപാട് ചിലവുകളുണ്ട്. ഇപ്പൊ ഞാൻ ജിഷ്ണുവിനെ വിളിക്കുന്നു ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട്. അല്ല, വിഷ്ണു ചോദിക്കുന്നു എനിക്ക് 10 ദിവസത്തേക്ക് എനിക്ക് 25,000 രൂപ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും 25,000 ഇത്തിരി കൂടുതലാണ്. ഒരു 10,000 രൂപ വേണേ തരാം, അതേ നമ്മുടെ ഉണ്ടാവുള്ളൂ നിലവിൽ എന്ന് പറഞ്ഞാൽ ജിഷ്ണുവിന് വേണമെങ്കിൽ അത് ഓക്കെ പറയാം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് 10,000 രൂപ ഓക്കെ ആയ മറ്റൊരു ആർട്ടിസ്റ്റിന്റെ അടുത്തേക്ക് നമുക്ക് പോവാം. ഇനി ജിഷ്ണുവിന് ഇവരുടെ അടുത്ത് 10,000 ഇല്ല, ഞങ്ങളുടെ 5,000 ഉള്ളൂ, പ്ലീസ് എങ്ങനെയാലും സഹകരിക്കണം എന്ന് പറഞ്ഞാൽ ജിഷ്ണുവിന്റെ പേഴ്സണൽ ഇതിൽ വേണമെങ്കിൽ ജിഷ്ണുവിന് ശരി ആയിക്കോട്ടെ, ഞാൻ 5,000 രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്തോളാം എന്ന് വേണമെങ്കിൽ ജിഷ്ണുവിന് ഇത് ചെയ്യാം. അത് ജിഷ്ണു ഓക്കെ, ഞാൻ എനിക്ക് അതിനോട് ഉള്ളത് കൊണ്ടാണ് എടുത്തതെന്ന് വിചാരിക്കുക. ആ 5,000 രൂപ ജിഷ്ണുവിന് തരണം അല്ലേ? ബേസിക് മര്യാദയാണ് അല്ലേ? എന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് 2,500 ഉണ്ട് തൽക്കാലം ഇത് വെച്ച് തൃപ്തിപ്പെടുന്ന പറയുന്നിടത്താണ് ഇതിന്റെ റോങ് പരിപാടി വരുന്നത്. ഒരുവിധം മേളിലേക്കുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി സെക്കൻഡറി താഴേക്ക് വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പൈസ കിട്ടില്ല. പൈസ കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോ കിട്ടുന്നതിന്റെ പകുതിയെ കിട്ടുള്ളൂ. പിന്നെ കുറെ പേര് അത് വിടും, ചോദിച്ച് മെനക്കെട്ട് ഇതാവാൻ വേണ്ടി എനിക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരുവിധം ആൾക്കാർ അതങ്ങ് വിടും. കൃത്യമായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പേയ്മെന്റ് പോകുന്ന പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്, കൃത്യമായിട്ട് ആർട്ടിസ്റ്റുകൾക്ക് പൈസ കൊടുക്കാത്ത പ്രൊഡക്ഷൻ കമ്പനികളും ഉണ്ട്. അവരുടെ ആഗ്രഹത്തിന് അവർ ചിലപ്പോൾ 500 രൂപ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. 500 രൂപ കൊടുക്ക്, 500 രൂപ കൃത്യം കൊടുക്ക്, അല്ലെങ്കിൽ 250 ആയിട്ടെങ്കിലും 500 രൂപ കൊടുക്ക്. പേയ്മെന്റ് സിസ്റ്റം അതിനൊരു സിസ്റ്റം കൃത്യമായിട്ട് വരണം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, പഴയ കാലത്തെ സിനിമകൾ ഞാൻ അങ്ങനെ കാണാറില്ല, കാരണം എന്റെ ചുറ്റിനുള്ള ചന്ദ്രലേഖയിൽ ഒരു സീൻ എടുത്തിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, എന്റെ ചുറ്റിനുള്ള ആളുകൾ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വാക്കുമാണ്. അത്തരം ആർട്ടിസ്റ്റുകൾ നമ്മളുടെ ചുറ്റിനും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ വിവേക് ബ്രോ പറഞ്ഞു ഒരു 40 above ഉള്ള ആർട്ടിസ്റ്റുകൾ നമുക്ക് ഇല്ല എന്നുള്ളത്. അത് ശരിക്കും നമുക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന രീതിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടോ? പ്ലസ് അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ഇനീഷ്യേറ്റീവ് ആണ് ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ, അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളെന്ന്, സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ആളെന്ന്? തിയേറ്ററുമായി ബന്ധപ്പെട്ട് ഞാൻ ഇപ്പോഴും അന്വേഷിക്കുന്ന കാര്യമോ, നല്ല ആക്ടേഴ്സ് ആരെങ്കിലും ഇതുപോലുള്ള ക്ലബും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് തിയേറ്റർ പരിപാടികളും ചെയ്യുന്ന സംഘടന അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് എപ്പോഴും ചോദിക്കുന്ന കാര്യമോ. എനിക്ക് ഒരാളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും, ഇത് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് മീറ്ററിൽ പിടിപ്പിക്കാൻ പറ്റും, ഏത് റേഞ്ചിൽ ഇത് പെർഫോം ചെയ്യുന്നുള്ളതിന്റെ 1% നമുക്ക് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കിട്ടും. ബാക്കി ഇനി ചിലപ്പോൾ ഓഡീഷനോ അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഓഡീഷൻ നടത്തുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പ്രൊഫൈൽസ് ഞാൻ എടുത്തു വെക്കാറുണ്ട്. അങ്ങോട്ടുള്ള ഈ ഏജ് കാറ്റഗറിയിലുള്ളവർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെപ്പോഴും ഞാൻ സെർച്ച് ചെയ്ത് വെച്ച് സ്റ്റോർ ചെയ്ത് നമ്മളുടെ ഉള്ളിൽ വെക്കുന്ന പരിപാടിയാണ്. ലോകയുടെ മൊത്തം ഒരു സക്സസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പീക്ക് മൊമെന്റിൽ നിൽക്കുകയാണ് ശരിക്കും. എന്താണ് ലോകയിൽ നിന്ന് ടേക്ക് ചെയ്യുന്നത്? എന്താണ് ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ? ഞാൻ ചെയ്യായിരുന്ന സബ്ജക്റ്റിന്റെ അറിയാലോ, കുറച്ച് ഫാന്റസി പരിപാടികൾ അതിലുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം വന്നില്ലേ, അത് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരാൾ വന്ന് ഇത് പ്രൂവ് ചെയ്യുന്ന സമയത്താണല്ലോ മറ്റുള്ളവർക്കും ഇതിനൊരു പ്രചോദനം, അല്ലെങ്കിൽ ഓക്കെ ഇതിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളതിന്റെ 1% ധൈര്യമെങ്കിലും കിട്ടുന്നത്. അതെ അതെ. പണ്ടൊക്കെ ആണെങ്കിൽ ഇത് വലിയ ബജറ്റ് അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാലോ, നമുക്ക് അങ്ങനെ ഇല്ലാതെ ചെയ്യാം. കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വൈഡായിട്ട് ചിന്തിക്കാനുള്ളൊരു, അല്ലെങ്കിൽ ഒരു കുറച്ച് ധൈര്യം കിട്ടുമല്ലോ നമുക്ക്. അതെ, ഒന്നില്ലെങ്കിൽ ഒരു ഇത്തിരി ധൈര്യം കിട്ടിയല്ലോ. ആ ധൈര്യം കിട്ടിയെന്നുള്ളതാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പൊ വരുന്ന പ്രൊജക്ടുകളൊക്കെ ഗംഭീരമാവട്ടെ. അയൺ ഗെയിം അല്ലെങ്കിൽ വരാനിരിക്കുന്ന നിവിൻ പോളി പടം എല്ലാം സ്വന്തം സിനിമ സംഭവിക്കട്ടെ. സംഭവിക്കും. സിനിമ പേ ഓഫ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇപ്പൊ ഡൊമിനിക്കിന്റെ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ഒക്കെ ലൈഫിലാണെങ്കിലും അതാണ് ശരിക്കും ലോകം മുന്നോട്ട് വയ്ക്കുന്നത്. ഡയറക്ടർ ചെയറിലിരുന്ന് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇവിടെ സിനിമ സംഭവിക്കട്ടെ. എഴുത്ത് പരിപാടികൾ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതും അടിപൊളിയായിട്ട് വരട്ടെ. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.